ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടാൻഗുഡ് ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു കോംബോ ഓഫറാണ്. ഇതിൽ വരുന്നത് 6 പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 6 പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ചാണ്. ഈ ഓറഞ്ച് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഡാർക്കായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഏകദേശം ജോളി റോസിൻ്റെയൊക്കെ കൂട്ട് വരുന്നൊരു കളറാണ്. ജോളി റോസിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഡാർക്കായിട്ട് വരുന്നൊരു അടിപൊളി റോസാണ് കേട്ടോ. നമ്മുടെ എവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലൊടക്കുന്നൊരു കളറാണ് ഇതിൽ വരുന്നത്, ഓറഞ്ച് എന്ന് പറയുന്നത്. ഫസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഈ ഒരു റോസാണ്. നിറയെ പൂക്കും, അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അടിപൊളി ഫ്ലവറാണ്, റെഡും അല്ല, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഓറഞ്ച് കളറാണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. നമ്മളെവിടെ ഒരു ഗാർഡനിൽ നിന്ന് കഴിഞ്ഞാലും അട്രാക്റ്റ് ചെയ്യാൻ കഴിവുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇതിന് വരുന്നത്. നിറയെ പെറ്റൽസ് ഉണ്ട്, നല്ലപോലെ ബ്ലൂം ചെയ്യും അതുപോലെ തന്നെ. അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു ഓറഞ്ച് റോസാണ്. രണ്ടാമതായിട്ട് വന്നേക്കുന്നത് സിംഗിൾ പെറ്റലായിട്ട് വരുന്ന ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വട്ടവും ഈ ഒരു സിംഗിൾ പെറ്റൽ വെച്ചൊരു കോംബോ ഇട്ടപ്പോൾ നല്ലപോലെ ഒത്തിരി പേര് മേടിച്ചൊരു റോസാണ് കേട്ടോ ഇത്. സിംഗിളായിട്ടും ഒക്കെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടൊരു കോംബോ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ബട്ടർഫ്ലൈ റോസ് വെച്ചിട്ടൊരു കോംബോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ബട്ടർഫ്ലൈ റോസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോംബോ ആക്കിയാലോ എന്നാണ് ഞാൻ ഈ ഒരു കോംബോ സെറ്റ് ചെയ്തത് കേട്ടോ. ഇതിനകത്ത് വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോംബോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് മജന്ത ബട്ടർഫ്ലൈ റോസാണ് കേട്ടോ, സിംഗിൾ പെറ്റൽ വരുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡാണ്. നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസോ ഇംഗ്ലീഷ് റോസിൻ്റെയൊക്കെ സെൻറ്റർ പോർഷൻ വരുന്നത് പോലെയാണ്, ഒരു പേപ്പർ ചുരുട്ടി വെച്ച പോലെയാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്നത്. വിരിയുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 2-3 ദിവസത്തിൽ കൂടുതൽ ഇതിൻ്റെ ഫ്ലവർ നിൽക്കുകയും ചെയ്യും. വലിയ പൂക്കളാണ്, കൊലയായിട്ട് ഇത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതുപോലെ അത്യാവശ്യം വലിയ പൂക്കളുമാണ്. അപ്പം കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഫ്ലോറിബണ്ട റിച്ച് റെഡാണ് കേട്ടോ. റെഡാണ് കളർ വരുന്നത്. വല്ലാത്തൊരു റെഡ് ഷെയ്ഡാണ്, നിറയെ പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ വിരിയുമ്പോഴത്തേക്ക് നമുക്കിത് കാണാനായാലും ബാക്കിയുള്ള റോസ് ഫ്ലവറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു ചെടി ഫുള്ളായിട്ടൊരു റെഡ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ലീഫൊക്കെ ശ്രദ്ധിച്ചറിയാം, അതിൻ്റെ വെയിൻ എല്ലാം വന്നിട്ട് ഓരോ റെഡ് ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. റെഡ് ഷെയ്ഡാണ് തണ്ടും അതുപോലെ തന്നെ ഏകദേശമൊക്കെ വരുമ്പോഴത്തേക്ക് ഓരോ റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. അടുത്തതായിട്ട് വന്നേക്കുന്നത് നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ പിങ്ക് ആണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് ബഞ്ചായിട്ട് തന്നെ നമുക്ക് ഫ്ലവറിങ് ആവും. ഒരു കൊലയിൽ തന്നെ 10-20 പൂക്കൾ ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മുടെ മറ്റേ ബട്ടർഫ്ലൈ പോലെ തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ റോസും നിറയെ പൂക്കും. പൂക്കൾക്ക് ഇച്ചിരി വലിപ്പം കൂടുതലാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ് വരുന്നത്. നിറയെ പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നമുക്ക് സിംഗിളായിട്ടും ഒത്തിരി ഓർഡർ വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു റോസ് എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. എൻ്റെ കളറാണ് എടുത്ത് പറയേണ്ടത്. കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അത് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നൊരു ടൈപ്പാണ് കേട്ടോ. നമുക്കിപ്പോൾ അധികം കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലപോലെ ഗ്രോ ചെയ്യും, അതുപോലെ ഫ്ലവറിങ് ആവുകയും ചെയ്യുന്നൊരു അടിപൊളി വെറൈറ്റിയാണ്. കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് പിങ്ക് ബട്ടർഫ്ലൈ റോസ് കേട്ടോ. അടുത്തതായിട്ട് മഞ്ഞ റോസാണ്. മാംഗോ യെല്ലോ അല്ല, അല്ലാതെ ഫുള്ളായിട്ട് യെല്ലോ വരുന്ന ഷെയ്ഡാണ്. കാരണം യെല്ലോ റോസ് പ്രേമികളാണ് നമുക്ക് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് റോസ് മേടിക്കുന്നത്. എപ്പോൾ നമ്മുടെ ലോഡ് കൊണ്ടുവന്നാലും യെല്ലോ റോസിന് ആരാധകർ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കോംബോയിൽ 5ആമതായിട്ട് യെല്ലോ റോസാണ്. സാധാരണ നമ്മൾ മാംഗോ യെല്ലോ വെച്ചിട്ടൊക്കെയാണ് കോംബോ ഇടുന്നത്. അപ്പോൾ മാംഗോ യെല്ലോ വെച്ചിട്ട് നമ്മൾ വേറൊരു കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് വരുന്ന യെല്ലോ റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യെല്ലോ റോസ് ഈ ഒരു കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എല്ലാ കളറുകളും മേടിക്കുന്ന ഒരാൾക്ക് എല്ലാ കളറുകളും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ യെല്ലോ കൂടെ ചേർത്തേക്കുന്നത് കേട്ടോ. അടിപൊളി യെല്ലോ റോസാണ്. നല്ല രസമാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്, അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ള മഞ്ഞ സുന്ദരിയാണ് ഈ ഒരു കോംബോയിൽ 5ആമതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കോംബോ വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിളിക്കേണ്ട, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. നിങ്ങൾക്കിപ്പോൾ 510 കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോംബോ അയച്ചു തരും കേട്ടോ. പിന്നെ ഉള്ളത് റൂബി റെഡാണ്. റൂബി റെഡ് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഫ്രണ്ട് നോക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു റെഡും ഇതിൻ്റെ അടിഭാഗത്തായിട്ട്
വൈറ്റും വരുന്നതാണ് റൂബി റെഡ്. അപ്പോൾ റൂബി റെഡ് റോസാണ് നമ്മുടെ കോംബോയിൽ 6ാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് ബട്ടർഫ്ലൈ റോസ് കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോംബോ അയച്ചു തരാം. നമുക്കിപ്പോൾ ഒത്തിരി കോംബോസ് വരുന്നുണ്ട്, കോംബോയിൽ കൺഫ്യൂഷൻ വരും. നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് നമുക്കിപ്പോൾ 10 റോസിൻ്റെ കോംബോ ആണോ വേണ്ടെങ്കിൽ 10 റോസിൻ്റെ കോംബോ, മാംഗോ യെല്ലോ കോംബോ ആണെങ്കിൽ അത്, റൂബി റെഡ് കോംബോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓർക്കിഡ് റോസ് കോംബോ എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഓരോ കോംബോസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം അധികം വൈകാതെ തന്നെ റിപ്ലൈ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ തിങ്കൾ ചൊവ്വ ഹോളിഡേയ്സാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കൊറിയറും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.